നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുമായുള്ള ആഘോഷം സ്വപ്നം കാണുകയാണ് ഈ വ്യക്തി. സ്നേഹത്തിന്റെ പാനപാത്രം ഈ വ്യക്തി നിങ്ങൾക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. മുഴുവനുമായി നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണുവാനായി ശ്രമിക്കുക. നമ്മൾക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് രാത്രി മര്യാദക്ക് സമാധാനമായി ഉറങ്ങാനോ ഒരിടത്ത് ഇരിക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്താലാണ് അതിൽ പൂർണ്ണത ഉണ്ടാക്കാൻ സാധിക്കുക, എന്തൊക്കെ ചെയ്താലാണ് സന്തോഷം ഉണ്ടാക്കി എടുക്കുക, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി പലവരോടും പലപ്പോഴും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ സഹായം ചോദിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുമായി നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും ഈ വ്യക്തി വളരെ നന്നായി തന്നെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് കലാപരമായിട്ടൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ആയിരിക്കാം. ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായി കാണപ്പെടുന്നു. തന്റെ ജീവിതത്തിനെ എങ്ങനെയെങ്കിലും പച്ച പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പോസിറ്റീവായി കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരിയർ പരമായിട്ടുള്ള ജീവിതത്തിലും പേഴ്സണൽ പരമായിട്ടുള്ള ജീവിതത്തിലും വളരെ നന്നായി തന്നെ പരിശ്രമിച്ചുകൊണ്ട് മുന്നേറുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. കുറുക്കുവഴിയിലൂടെ തനിക്ക് ഒന്നും വേണ്ട എന്നും അതിലൂടെ ലഭിക്കുന്ന വിജയം ശാശ്വതമാവില്ല എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങളുടെ സ്നേഹത്തിനായി എത്രമാത്രം പ്രാധാന്യവും കഷ്ടപ്പാടും വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ആഘോഷത്തെ കുറിച്ച് തന്നെയാണ്. ആഘോഷം വളരെ നന്നായി തന്നെ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായി നല്ല രീതിയിൽ തന്നെ സാഹചര്യങ്ങളെല്ലാം തന്നെ അതിമനോഹരമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് സാഹചര്യങ്ങൾ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാനും അത് യാഥാർത്ഥ്യമാകുവാനും വേണ്ടിയിട്ട് ഈ വ്യക്തി അതിനായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു, അതിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രം നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തി കാത്തു സൂക്ഷിക്കാൻ, അതായത് നിങ്ങൾക്ക് വേണ്ടി തന്നെ കാത്തു സൂക്ഷിക്കാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവർ പലവരും തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തി ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വളരെ നന്നായി തന്നെ ആ സ്നേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റാർക്കും കൊടുക്കാതെ. മറ്റെല്ലാവരും ഈ വ്യക്തിയെ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്നും അകറ്റുവാനും നിങ്ങളുടെ മനസ്സ് മാറ്റുവാനും അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സ് മാറ്റുവാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിലേക്കൊന്നും വഴുതി വീഴാതെ, അവർക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോകാതെ, കാലിടറാതെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ മുന്നിലും താൻ തല കുനിക്കില്ല എന്നും ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല എന്നും ഈ പ്രണയബന്ധത്തിന് ഇനി അങ്ങോട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങളെ മറന്നുകൊണ്ട് വേറൊരു കാര്യത്തിനും താൻ ഇനി നിൽക്കുകയില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിപൂർണമായി ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു. ആ ബാലൻസ് എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും തന്നെയാണ്. നമുക്കിവിടെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി മറ്റു പലവരോടും സഹായം ചോദിക്കുന്നുണ്ട്. അത് നല്ല സുഹൃത്തുക്കളോട് മാത്രമാണ്. തനിക്ക് വിശ്വസിക്കാനും തനിക്ക് കൂടെ നിൽക്കുവാനും തൻ്റെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കും എന്ന് ഉറപ്പുള്ള വ്യക്തികളോടാണ് ഈ വ്യക്തി സഹായം ചോദിക്കുന്നത്. സഹായം ചോദിക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല,
കാരണം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരുവാനും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മനോഹരമായി ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുവാൻ ഈ വ്യക്തി തയ്യാറാണ്. ആദ്യമൊക്കെ ഒരു മടുപ്പ് തോന്നിയെങ്കിലും പിന്നീടാകാം എന്നുള്ള രീതിയിൽ ഉഴപ്പിയെങ്കിലും മാറ്റിവെച്ചെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിലെ പോരായ്മകളും ഇല്ലായ്മകളും അതുപോലെ അനാവശ്യമായിട്ടുള്ള സ്വപ്നങ്ങളും നെഗറ്റീവ് ഊർജവും അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകളും എല്ലാം തന്നെ മാറ്റിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അഴുക്കു പിടിച്ച ഈ വ്യക്തിയുടെ ഹൃദയം നല്ല രീതിയിൽ തന്നെ യാതൊരു തരത്തിലും കളങ്കമില്ലാതെ പരിശുദ്ധതയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്റെ ജീവിതമാണെന്നും തന്റെ ജീവിതം നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്റെ മാത്രം ചുമതലയാണെന്നും ആണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അത് മറ്റാരുടെയും തലയിൽ കൊണ്ടുപോയി ഇട്ടിട്ടോ മറ്റുള്ളവരുടെ പേര് പറഞ്ഞിട്ടോ കാര്യമില്ല എന്നും തന്റെ ജീവിതം താൻ തന്നെയാണ് നോക്കേണ്ടതെന്നും താൻ ആഗ്രഹിക്കുന്ന പ്രണയബന്ധം നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കാണിക്കും, മറ്റുള്ളവർക്ക് മുന്നിൽ നന്നായി തന്നെ തല ഉയർത്തിക്കൊണ്ട് കാണിച്ചു കൊടുക്കും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ വാശിയേറിയ പോരാട്ടം എന്ന് പറയുന്നത് നിസാരമല്ല. കാരണം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും മറ്റുള്ളവരുടെ പരിഹാസങ്ങളിലൂടെയും ഈ വ്യക്തി തീരുമാനമെടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ള വാശിയേറിയ തീരുമാനം തന്നെ. ഈ ഒരു വാശിയേറിയ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദ്രോഹം തന്നെയാണ്. മറ്റുള്ളവർ ഈ വ്യക്തിയെ വഞ്ചിച്ചത് കൊണ്ടും വേദനിപ്പിച്ചത് കൊണ്ടും മാത്രമാണ്. ഈ പ്രണയബന്ധത്തെ ഏതെല്ലാം രീതിയിൽ തകർത്തെറിയുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം തകർത്തെറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും നന്നായി തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി ഒരുമിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ നന്നായി തന്നെ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ ആണ്. ഒരുമിച്ച് കല്യാണം കഴിക്കാൻ നിൽക്കുന്നതോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ചെയ്യുന്നതോ ഒരുമിച്ച് സന്തോഷകരമായി ജീവിക്കുന്നതോ സംസാരിക്കുന്നതോ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനം തന്നെയാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രണയബന്ധത്തിന്റെ പവിത്രത തന്നെയാണ്. അപ്പോൾ നിങ്ങളുമായി പണ്ടത്തേതുപോലെ അനാവശ്യമായി ചിന്തിക്കുവാനോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാനോ ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് തനിക്ക് എന്ത് നേടാനാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ എത്രമാത്രം പോസിറ്റീവായി തന്നെയാണ് താൻ നിൽക്കുന്നത് എന്ന് ഈ പേഴ്സണ് പലപ്പോഴും നിങ്ങളോട് പറയണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ പറ്റാത്തതിന്റെ കുഴപ്പം കൊണ്ടായിരിക്കണം മനസ്സുകൾ അങ്ങോട്ട് പരസ്പരം തുറന്നുകൊണ്ട് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയെ മറ്റൊരു തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്തു തന്നെയായാലും അനാവശ്യമായിട്ടുള്ള പേടിയും ആശങ്കകളും എല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിൽ നിന്നും തുടച്ചു നീക്കി പേടിച്ച് ഇരിക്കുവാൻ ഇനി എന്നെ കിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത്. നിങ്ങളുമായി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും നിങ്ങളുമായി വേദി പങ്കിടുന്നതും സന്തോഷമായി സുവർണ നിമിഷങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ആഘോഷിക്കുന്നതുമായിട്ടുള്ള മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനകളും തന്നെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വായന. ഇത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.